സംസ്കാരമുള്ള ജനത ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വിനോദമാണ് വായന. ആദിമ മനുഷ്യൻ്റെ സംസ്കാരം മുതൽ ഇന്നത്തെ മനുഷ്യൻ്റെ പച്ചയായ ജീവിതം വരെ വായനയിലൂടെ തിരിച്ചറിയാൻ കഴിയും. മനുഷ്യരാശി നേടിയ പുരോഗതി മുഴുവൻ സംഭരിച്ചു വച്ചിരിക്കുന്നത് പുസ്തകങ്ങളിലാണ്. വായിച്ചു തീർക്കാതെ വായിച്ചു പഠിക്കുകയാണ് നാം ചെയ്യേണ്ടത്. മനുഷ്യൻ്റെ മാനസിക വളർച്ചയുടെ ആരംഭം എഴുത്തും വായനയും പരിശീലിക്കുന്നതിലൂടെയാണ്. ഇവയിലൂടെ നേടുന്ന വിജ്ഞാനത്തിൻ്റെ പൂർത്തീകരണമാണ് വായനയിലൂടെ നാം കരഗതമാക്കുന്നത്. മനസ്സിൻ്റെ ആഹാരമായ വായനയും പുസ്തകങ്ങളും അച്ഛനമ്മമാരെ പോലെ വഴികാട്ടിയാണ്. പുസ്തകത്തിലൂടെ വളരാത്തവൻ വെറും മൃഗമാണ് എന്ന് ഷേക്സ്പിയറും വായിക്കാൻ സമയമില്ലെന്ന് പറയുന്നയാൾ ബുദ്ധിപരമായി ആത്മഹത്യ ചെയ്യുന്നു എന്ന് തോമസ് ട്രയർ പറയുമ്പോഴും അവർ വായനയുടെ ശക്തി വർണ്ണിക്കുകയാണ്. അച്ചടി പ്രചാരത്തിൽ വന്നതോടെ വായന ജനങ്ങളുടെ ശീലമായി മാറി. മഹത് വ്യക്തികളുടെ ചിന്തകൾ ലോകത്തെവിടെ നിന്നായാലും നാം അറിഞ്ഞിരുന്നത് പുസ്തകങ്ങളിലൂടെയായിരുന്നു. മരിച്ചു പോയാലും അവരുടെ ദർശനങ്ങൾ തലമുറകൾക്ക് കൈമാറിയതും പുസ്തകങ്ങൾ വഴിയായിരുന്നു. പുരാതന കാലം മുതൽ കണ്ടെത്തിയ വിജ്ഞാനത്തിന്മേലാണ് പുതിയ അറിവും കണ്ടുപിടുത്തങ്ങളും നിലനിൽക്കുന്നത്. പ്രാചീനമായ ഈ അറിവുകൾ പുസ്തകങ്ങളിലും മറ്റുമായി രേഖപ്പെടുത്തിയിരുന്നില്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് എല്ലാം കൈമോശം സംഭവിക്കുമായിരുന്നു. ശാസ്ത്രം പോലും ലോകത്തിന് വലിയ സംഭാവനകൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിച്ചേരുമായിരുന്നു. കൂടാതെ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും രാഷ്ട്രീയ പൊള്ളത്തരങ്ങളും പുസ്തക വായനയിലൂടെ സത്യസന്ധമായി വിലയിരുത്താൻ കഴിയുന്നു. വിദ്യാഭ്യാസ കാലഘട്ടം വായനാശീലം വളർത്തിയെടുക്കുവാനുള്ള അവസരമായി കാണണം. വളരെ ശ്രദ്ധാപൂർവം വിദ്യാർത്ഥികൾ ഗ്രന്ഥങ്ങളെ സമീപിച്ചാൽ അറിവിൻ്റെ സ്രോതസ്സുകളായി അവർക്ക് മാറാൻ കഴിയും. വായന ഒരു ലഹരിയായി പിന്തുടർന്നാൽ നമ്മുടെ സ്വഭാവത്തിൽ തന്നെ സാരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. അറിവിനു വേണ്ടി മാത്രമല്ല, ആനന്ദത്തിനു വേണ്ടിയും നാം പുസ്തകം വായിക്കുന്നു. നോവലുകൾ, കഥകൾ, ജീവചരിത്രങ്ങൾ, ആത്മകഥകൾ, യാത്രാവിവരണങ്ങൾ തുടങ്ങിയ വിവിധ സാഹിത്യരൂപങ്ങൾ വായനയ്ക്ക് വിധേയമാകുമ്പോൾ പല രീതിയിലുള്ള അനുഭൂതി ഉണ്ടാക്കുന്നു. സാധാരണ ജീവിതത്തിലെ മാനസിക ക്ലേശങ്ങൾ മറന്ന് അതിലെ കഥാപാത്രങ്ങൾ വായനക്കാരെ മറ്റൊരു ലോകത്തിലേക്ക് നയിക്കുന്നു. മറ്റുള്ളവരെ ശല്യപ്പെടുത്താതെ സമയം ഫലപ്രദമായി ചെലവഴിക്കുന്നതിനും വായന പ്രയോജനപ്പെടുന്നു. ഗ്രന്ഥങ്ങൾ നമ്മുടെ ഉറ്റമിത്രവും ഉത്തമ ഗുരുനാഥനുമാണ്. നല്ല ശീലങ്ങൾ വളർത്താൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് വായന. മഹത്തായ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്നൊരു നല്ല ജീവിതം നയിക്കാൻ ഗ്രന്ഥങ്ങൾ സഹായിക്കും. നമ്മുടെ വ്യക്തിപ്രഭാവം കൂടുതൽ ശോഭനമാക്കാൻ വായനാശീലം നമ്മെ കൂടുതൽ പ്രാപ്തനാക്കും.